നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുക. അതാണ് ഇതിൽ ചെയ്യേണ്ടതെന്നാണ് വ്യക്തമായി പറയുന്നത് അല്ലേ? അതാണ് ചെയ്യേണ്ടത്. അത് ഇവരും സമ്മതിക്കുന്നുണ്ട്. ഉം, ഉം. ദിലീപിനെ ആക്രമിക്കുന്നവരും സമ്മതിക്കുന്നുണ്ട്. മേൽക്കോടതി പോകുന്നത് മാത്രമാണ് നമുക്കുള്ള പരിഹാരം. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കോടതിയിൽ തെളിവില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാലും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ലാതെ ദിലീപ് ശിക്ഷിക്കപ്പെടുകയില്ല. അതാണ് ഇവരുടെ പ്രയാസം. അപ്പോൾ പിന്നെ ദിലീപിനെ ശിക്ഷിക്കാൻ എന്താ മാർഗം? പൊതുമധ്യത്തിൽ ദിലീപ് കുറ്റം ചെയ്തതായിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക. എന്നിട്ട് കോടതിയിൽ എന്താണെന്ന് കാശൊക്കെ ഉണ്ടെങ്കിൽ വലിയ വക്കീലിനെയൊക്കെ വെച്ചിട്ട് കുറച്ച് കാശ് ജഡ്ജിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോടതി വെറുതെ വിടും. നമുക്കറിഞ്ഞുകൂടെ? ഇങ്ങനെയുള്ള ഡയലോഗ് വെച്ചിട്ട് കോടതിയെ തള്ളിക്കളയുക. പൊതുമധ്യത്തിൽ ഈ മനുഷ്യനെ, ദിലീപിനെ ഒറ്റപ്പെടുത്തുക, അയാളെ കൊച്ചാക്കുക, അയാൾ കുറ്റക്കാരനാണെന്ന് പൊതുജനമധ്യത്തിൽ ഒരു ധാരണയുണ്ടാക്കുക. ഇത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണിപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ന്യായഭാഗത്ത് നിൽക്കുന്ന മനുഷ്യർ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞത് ദിലീപിനെ കണ്ടിട്ടില്ല കേട്ടോ, ഇന്ന് വരെ കണ്ടിട്ടില്ല. ദിലീപിൻ്റെ സിനിമ 1-2 എണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. ദിലീപൊക്കെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് ഞാൻ മറ്റ് ജോലികളും സംഗതികളൊക്കെ സിനിമയിൽ എനിക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. ഞാൻ കണ്ടിട്ട് പോലുമില്ല. 1-2 എണ്ണം കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് ഇതൊരു വിവാദ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കോടതി വിധി വന്നെങ്കിലും ഇത് അടങ്ങും എന്ന് വിചാരിച്ചു? അടങ്ങുന്നില്ല. അതൊരു മര്യാദയല്ലല്ലോ, അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അല്ലാതെ കേസിൽ പ്രതികരിച്ച് അതിലൊരു സുഖമൊന്നും, പ്രത്യേകിച്ച് ഗുണമോ സുഖമോ ഇല്ലാത്ത കാര്യമാണ്. 10,700 പേജുള്ള വിധി വായിക്കാൻ ഇപ്പം വട്ടുണ്ടോ മനുഷ്യർക്ക്? ബട്ട് പ്രകടമായ അന്യായം നടക്കുന്നു. ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. നമ്പർ 2 ഞാൻ പറയട്ടെ, ലിയോ, ഇപ്പോൾ ദിലീപിനെ രക്ഷിച്ചെടുക്കുന്നു. ആര്? സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര്, എന്നെ പോലെ കുറച്ച് പേര്. വേറെ ആരാരും? മോഹൻലാൽ എന്തെങ്കിലും ദിലീപിനെ രക്ഷിക്കാനായിട്ട് പറഞ്ഞോ? മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സിദ്ദിഖ്, ഇവരൊക്കെ സിനിമാക്കാരാണല്ലോ. ഇവരാരെങ്കിലും ഒരു അക്ഷരം ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞോ? ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ നോക്കി എന്ന് പറഞ്ഞ് അമ്മയിൽ അമ്മ പ്രസിഡൻ്റല്ലേ ഇവർ, ശ്വേതാ മേനോൻ, അവർ ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞോ? അതോ അതിജീവിതയ്ക്കെതിരായിട്ട് പറഞ്ഞോ? എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഇപ്പോൾ ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ വെള്ളപൂശാൻ ശ്രമം എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലെയുള്ള നോൺ എൻറ്റിറ്റീസ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അല്ലാതെ ഇതിനകത്തെ പ്രധാനപ്പെട്ട അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ ആരും തന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ഗ്രീവൻസ്. കട്ടിട്ടും കള്ളം മുമ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? കട്ടിട്ടും കള്ളം മുമ്പോട്ടല്ല, അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലയോ? മുഖ്യമന്ത്രിയൊക്കെ ഒരു ക്രിമിനൽ കേസിൽ കയറി പക്ഷം പിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് ഇത്ര ബ്ലേറ്റൻ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അത് ചെയ്തു, ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലും അത് ചെയ്യുന്നു. മുഖ്യമന്ത്രി അത് ചെയ്തുകൂടാത്തതാണ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടെയാണല്ലോ, പോലീസ് സ്റ്റേഷനല്ലല്ലോ. ആ പരാതി പോലീസിൽ പറയുക, പരാതി എനിക്ക് കാണണ്ട, നിങ്ങൾ നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്. എന്നിട്ട് പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജില്ലാ സൂപ്പറിനോട് പറ, അദ്ദേഹം അങ്ങേരും ചെയ്തില്ലെങ്കിൽ എനിക്ക് പരാതി അയക്കുക, അപ്പോൾ ഞാൻ നോക്കാമെന്ന് പറയാം. അത് കവിഞ്ഞ് മുഖ്യമന്ത്രി ക്രിമിനൽ കേസിലെ പരാതിക്കാരികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു നല്ല നടപടിയല്ല.